ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ്റെ ഭാഗത്തു നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, IBPSൻ്റെ ഭാഗത്തു നിന്നും. ഓക്കെ, അപ്പോൾ ഒട്ടനവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ വിവിധ തരം ബാങ്കിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ യോഗ്യത ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് 1/7/2026 തൊട്ട് 21/7/2026 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഓക്കെ, 2026 ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബറിലാണ്. ഓക്കെ, ഒക്ടോബറിലാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ വരുന്നത്. അതുപോലെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജനുവരി 2027. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡായിട്ടാണ് നടക്കുന്നത്. മറ്റുള്ള ജോലിനേക്കാളും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇതിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ യോഗ്യത ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഓക്കെ, കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഏതൊക്കെ ബാങ്കിലേക്കാണ് അവസരം വന്നിട്ടുള്ളതെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. സാലറി വരുന്നത് 48,480 രൂപ മുതൽ നിങ്ങൾക്ക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മറ്റ് അലവൻസുകളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. നമ്മൾക്ക് സമയം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 30 വയസ്സുള്ളവർക്ക് വരെ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC/STക്ക് 5 വർഷം ഇളവും, OBCക്ക് 3 വർഷം ഇളവും, അതുപോലെ തന്നെ ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് 10 വർഷം ഇളവും, എക്സ് സർവീസ്മാന് 5 വർഷം ഇളവും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അടുത്തായിട്ട് നമ്മൾക്ക് നോക്കാൻ പോകുന്നത് ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ക്വാളിഫിക്കേഷനാണ്. ഡിഗ്രി ഉള്ളവർക്ക്, മിനിമം ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു അവസരമാണ് ഡിഗ്രിക്കാർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, മിനിമം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യുക. എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ അവസരം ആരും കളയരുത്. അതുപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്. 175 രൂപയാണ് SC/ST PWBDക്ക് കാൻഡിഡേറ്റ്സിന് വേണ്ടത്. അതേപോലെ തന്നെ 850 രൂപയാണ് മറ്റ് എല്ലാ കാൻഡിഡേറ്റ്സും അടക്കേണ്ടത്. 850 രൂപയാണ്. അതുപോലെ പ്രിലിമിനറി വരുന്നത് നിങ്ങൾക്ക് 100 മാർക്കിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, 60 മിനിറ്റ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മെയിൻ എക്സാം ആണെങ്കിൽ 200 മാർക്കിലായിരിക്കും. അതുപോലെ 160 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലബസൊക്കെ എല്ലാവരും നല്ലോണം നോക്കിയിട്ട് പ്രിപ്പയർ ആവുക. ഇതിന് വേണ്ടിയിട്ട് അധിക സമയവും ഇല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ഇതിന് വേണ്ടി പ്രിപ്പയർ ആയി തുടങ്ങുക. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് വരുന്ന വേക്കൻസിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്ന വേക്കൻസി ജസ്റ്റ് എ മിനിറ്റ് നോക്കിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് 1900 വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ. ഓക്കെ, ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കോ 500 വേക്കൻസിയും, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേക്ക് 1100 വേക്കൻസിയും, കാനറ ബാങ്കിലേക്ക് 1500 വേക്കൻസിയും, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക്
500 വേക്കൻസിയും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലേക്ക് 550 വേക്കൻസി, അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് 504 വേക്കൻസി, അതുപോലെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലേക്ക് 161 വേക്കൻസി, അങ്ങനെ ടോട്ടല് 6715 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ സെലക്ഷനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. ഓക്കെ, ഇത്രയും വേക്കൻസി ഉണ്ട്, ഒരുപാട് ബാങ്കിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോൾ നമ്മളെ കേരളത്തിലെ എക്സാം സെൻറ്റർ എവിടെയെന്ന് വെച്ചാൽ ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും ജില്ലകളിൽ എന്താ പറയുക എക്സാമിനേഷൻ സെൻറ്ററും അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യോഗ്യത ഉള്ളവർ എത്രയും പെട്ടെന്ന് ഇതിലേക്ക് അപേക്ഷിക്കുക. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണവരും വേഗം തന്നെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അവസരം നഷ്ടപ്പെടുത്തരുത്.